കോഴിക്കോട് നിന്ന് നന്ദഗോപാൽ കൂടി ചേർന്നു. നന്ദഗോപാൽ, കോഴിക്കോട് സ്ഥിതി എന്താണ്? ഇപ്പോഴും ജില്ലയിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ടോ? എവിടെയെങ്കിലും സീരിയസ് ആയ സിറ്റുവേഷൻ ഉണ്ടോ? നിലവിൽ കോഴിക്കോട് രാവിലെ മുതൽ ശക്തമായ മഴയാണ് ഉള്ളത്. അടുത്ത 3 മണിക്കൂർ റെഡ് അലർട്ടാണ് കോഴിക്കോട് ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശക്തമായ മഴയുണ്ടാകുമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കക്കയം ഡാമിൽ ഇന്നപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇവിടെ ജലനിരപ്പ് ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് 758ലേക്ക് ഈ ഒരു ജലനിരപ്പ് എത്തിക്കഴിഞ്ഞാൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കും. ഇതോടുകൂടി അവിടെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഷട്ടറുകൾ തുറക്കുകയും ചെയ്യും. കുറ്റ്യാടി പുഴയ്ക്ക് സമീപമുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പുഴയിൽ ഇറങ്ങരുത് എന്നുള്ള ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതേസമയം നാദാപുരം ഭാഗത്ത് മരം കടപുഴകി വീണ് അപകടം സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ നിരവധി ഇലക്ട്രിക് പോസ്റ്റുകൾ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കടകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആളുകൾക്കൊന്നും പരിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ഏതായാലും ഇവിടെ നിന്നും ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട നിലയിലാണ്. ഈ ഭാഗത്ത് ഇപ്പോഴും പ്രവർത്തനങ്ങൾ, ഈ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ബാലുശ്ശേരിയിൽ കോട്ടൂർ സ്വദേശിയായ രാമകൃഷ്ണന്റെ വീട് തകർന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം ബന്ധു വീട്ടിലായിരുന്നു, അതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി. പക്ഷേ വീട് പൂർണ്ണമായും തകർന്ന നിലയിലാണുള്ളത്. കക്കയം ഭാഗത്തും മലയോര ഹൈവേയിൽ 4 ദിവസം മുൻപ് മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട്. ഈ മണ്ണ് ഇവിടെ നിന്നും ഇപ്പോഴും പൂർണ്ണമായും നീക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്തുന്ന പ്രദേശവാസികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. മഴയും ശക്തമായ പ്രതികൂലമായ ഒരു കാലാവസ്ഥയുള്ളത് കൊണ്ടാണ് ഈ മണ്ണും കല്ലും ഇവിടെ നിന്നും പൂർണ്ണമായും നീക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് എത്രയും പെട്ടെന്ന് അധികൃതർ നടപടിയെടുത്ത് ഈ വഴി പൂർണ്ണമായും ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. അത്തരത്തിൽ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ മഴ തുടരുകയാണ്. ശക്തമായ തുടരുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് ആവശ്യം.